രാമായണം നമ്മളെല്ലാവരും കേട്ടു വളർന്ന കഥ അല്ലേ? രാമൻ, സീത, ഹനുമാൻ, രാവണൻ, ഈ പേരുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന ഒരു നിശ്ചിത ചിത്രമുണ്ട്. എന്നാൽ സീത രാമന്റെ ഭാര്യയല്ല, സഹോദരിയാണെന്ന് പറയുന്ന ഒരു രാമായണമുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? പോട്ടെ, രാവണൻ ഒരു അസുര വില്ലനല്ല, മറിച്ച് മഹാഭക്തനും മഹാപണ്ഡിതനുമാണെന്ന് വിശ്വസിക്കുന്ന കോടിക്കണക്കിന് ആളുകളുണ്ടെന്ന് പറഞ്ഞാലോ? നമ്മൾ സത്യമെന്ന് കരുതുന്ന ഈ കഥ അതൊരൊറ്റ കഥയല്ല, മറിച്ച് ലോകത്തിൻ്റെ വിവിധ കോണുകളിലായി 300-ലധികം രാമായണങ്ങളുണ്ട്. A.K. രാമാനുജൻ തൻ്റെ 300 രാമായണാസ് എന്ന ലേഖനത്തിൽ പറയുന്നുണ്ട്, രാമായണം ഒരൊറ്റ കഥയല്ല, പല സംസ്കാരങ്ങളിലൂടെ പല രൂപങ്ങളിൽ അത് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ നാട്ടിലും ഓരോ മതത്തിലും ഓരോ സംസ്കാരത്തിലും രാമൻ മാറുന്നു, സീത മാറുന്നു, രാവണൻ മാറുന്നു. അപ്പോൾ ഒരു ചോദ്യം ഉയർന്നു വരും, ഏതാണ് യഥാർത്ഥ രാമായണം? ഇന്ന് നമുക്കത്ര പരിചിതമല്ലാത്ത ആ രാമായണ രഹസ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പരിചിതമായ അധ്യാത്മ രാമായണത്തെക്കുറിച്ച് സംസാരിക്കാം. തുഞ്ചത്തെഴുത്തച്ഛൻ കിളിപ്പാട്ടായി എഴുതിയ ഈ രാമായണം ഭക്തിക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ഇതിൽ രാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. എന്നാൽ ഈ രാമൻ എല്ലായ്പ്പോഴും ദൈവത്തിന്റെ പ്രതീകമായിരുന്നു. ഇതിഹാസത്തിന്റെ ആദിരൂപമായ വാൽമീകി രാമായണത്തിലേക്ക് നോക്കിയാൽ അവിടെ രാമൻ ദൈവമല്ല, മറിച്ച് മര്യാദാ പുരുഷോത്തമനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം കരയുന്നുണ്ട്, സംശയിക്കുന്നുണ്ട്, സാധാരണ മനുഷ്യരെ പോലെ ദേഷ്യപ്പെടുന്നുമുണ്ട്. ഭക്തി പ്രസ്ഥാനം ശക്തമായ കാലഘട്ടത്തിലാണ് മായാസീത എന്ന സങ്കല്പം വരുന്നത്. അതായത് രാവണൻ തട്ടിക്കൊണ്ടു പോകുന്നത് യഥാർത്ഥ സീതയെയല്ല, മറിച്ചൊരു മായാരൂപത്തെയാണെന്ന് കഥാകൃത്തുക്കൾ മാറ്റിയെഴുതി. ഭക്തിയുടെ സ്വാധീനം കൂടിയപ്പോൾ ദൈവത്തിന്റെ മഹിമയെ കൂടുതൽ ഉയർത്തിക്കാണിക്കുന്ന രീതിയിലേക്ക് കഥയും നീങ്ങിയിരിക്കാം. അതിന്റെ ഭാഗമായിട്ടാകാം മായാസീത പോലുള്ള സങ്കല്പങ്ങൾ വന്നത്. വടക്കേ ഇന്ത്യയിൽ തുളസീദാസന്റെ രാമചരിതമാനസം പോലെ തെക്കേ ഇന്ത്യയിൽ തമിഴ് കവിയായ കമ്പർ രചിച്ച കമ്പരാമായണം വളരെ പ്രധാനപ്പെട്ടതാണ്. വാൽമീകി രാമായണത്തോട് കടപ്പാടുണ്ടെങ്കിലും ഇതിൽ രാവണൻ എന്ന കഥാപാത്രത്തിന് കമ്പർ നൽകുന്ന ആഴം അത്ഭുതകരമാണ്. രാവണന്റെ പാണ്ഡിത്യത്തെയും സംഗീതത്തിലുള്ള അറിവിനെയും വാൽമീകിയേക്കാൾ കൂടുതൽ കമ്പർ പുകഴ്ത്തുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ കൗതുകകരം വാൽമീകി രാമായണത്തിൽ ഇല്ലാത്ത ചില കഥകൾ കമ്പർ ഇതിൽ ഉൾപ്പെടുത്തി എന്നതാണ്. ഉദാഹരണത്തിന്, സേതുബന്ധനത്തിന് മുൻപ് രാമൻ ഒരു പൂജ നടത്താൻ തീരുമാനിച്ചപ്പോൾ ആ പൂജയുടെ കാർമ്മികത്വം വഹിക്കാൻ തക്കവണ്ണം യോഗ്യനായ ഏക വ്യക്തി ശത്രുവായ രാവണനായിരുന്നു. തന്റെ ശത്രുവാണെന്നറിഞ്ഞിട്ടും ഭക്തനായ രാമന്റെ ക്ഷണം സ്വീകരിച്ച് പൂജ നടത്തി കൊടുക്കുന്ന ഒരു രാവണനെ കമ്പരാമായണത്തിൽ നമുക്ക് കാണാം. ശത്രുതയ്ക്കപ്പുറമുള്ള ബഹുമാനത്തിന്റെ ഈ കാഴ്ചപ്പാട് മറ്റെവിടെയും കാണാൻ കഴിയില്ല. ജൈനമതത്തിലെ രാമായണത്തിലെത്തുമ്പോൾ കഥയ്ക്ക് വീണ്ടും മാറ്റങ്ങൾ വരുന്നത് കാണാം. പൗമചരിത എന്ന് വിളിക്കപ്പെടുന്ന ഈ കൃതിയിൽ രാവണൻ ഒരു രാക്ഷസനല്ല, മറിച്ച് വലിയൊരു പണ്ഡിതനും ജൈനമത വിശ്വാസിയുമാണ്. അദ്ദേഹത്തിന് 10 തലകളൊന്നുമില്ല, പകരം കുട്ടിക്കാലത്ത് അദ്ദേഹം ധരിച്ച ഒരു മാലയിലെ 9 മുത്തുമണികളിൽ പ്രതിഫലിച്ച മുഖങ്ങൾ കാരണമാണ് ദശമുഖൻ എന്ന പേര് വന്നത്. അതുപോലെ തന്നെ ഈ പതിപ്പിൽ രാവണനെ വധിക്കുന്നത് രാമനല്ല, മറിച്ച് ലക്ഷ്മണനാണ്. കാരണം ഇവിടെ രാമൻ ആക്രമണത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളാണ്, ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി. രാവണൻ ഒരു വില്ലനായല്ല, മറിച്ച് തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയ ഒരു ട്രാജിക് ഹീറോ ആയിട്ടാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഒടുവിൽ രാവണൻ നരകത്തിൽ പോകുമെങ്കിലും വരാനിരിക്കുന്ന കാലത്ത് അദ്ദേഹം ഒരു തീർത്ഥങ്കരനായി ജനിക്കുമെന്നും ജൈനരാമായണം നമ്മോട് പറയുന്നു. ബുദ്ധമതത്തിലെ ദശരഥ ജാതക കഥ കേട്ടാൽ ഏതൊരു ഭാരതീയനും ആദ്യമൊന്ന് ഞെട്ടും. കാരണം ഇതിൽ രാമനും സീതയും സഹോദരങ്ങളാണ്. ഈ കഥയിൽ ലങ്കയോ രാവണനോ യുദ്ധമോ ഒന്നുമില്ല. ദശരഥ മഹാരാജാവ് തന്റെ മക്കളെ കാട്ടിലേക്ക് അയക്കുന്നത് അവരുടെ ജീവൻ സംരക്ഷിക്കാനായിട്ടാണ്. 12 വർഷത്തെ വനവാസത്തിന് ശേഷം അവർ തിരികെ വന്ന് രാജ്യം ഭരിക്കുന്നു. ബുദ്ധമതം പ്രാധാന്യം നൽകുന്നത് രാമന്റെ അസാമാന്യമായ ക്ഷമയ്ക്കും നിസ്സംഗതയ്ക്കുമാണ്. പിതാവിന്റെ മരണവാർത്ത കേട്ട് എല്ലാവരും തളരുമ്പോൾ രാമൻ മാത്രം ശാന്തനായി നിൽക്കുന്നു. മരണം ജീവിതത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം തന്റെ നിലപാടിലൂടെ കാണിച്ചു തരുന്നു. ഇവിടെ രാമൻ ദൈവമല്ല, വരാനിരിക്കുന്ന ബുദ്ധന്റെ പ്രതീകമാണ് അദ്ദേഹം. ഭാരതത്തിന്റെ അതിരുകൾ കടന്ന് രാമായണം ഇന്തോനേഷ്യയിലും തായ്ലൻഡിലും എത്തിയപ്പോൾ ആ കഥ അവിടുത്തെ സംസ്കാരവുമായി അലിഞ്ഞു ചേർന്നു. തായ്ലൻഡിലെ രാമാക്കീൻ എന്ന പതിപ്പിൽ ഹനുമാൻ ഒരു ബ്രഹ്മചാരിയല്ല,
മറിച്ച് പ്രണയവും കുസൃതിയും ഇഷ്ടപ്പെടുന്ന ഒരു വീരനാണ്. അതുപോലെ തന്നെ പുരുഷന്മാരെഴുതിയ രാമായണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകളുടെ ഇടയിൽ പ്രചരിച്ചിരുന്ന രാമായണ പതിപ്പുകളുമുണ്ട്. ബംഗാളിലെ ചന്ദ്രാവതി രാമായണത്തിലും തെലുങ്കിലെ നാടൻ പാട്ടുകളിലും സീതയുടെ വേദനകൾക്കാണ് മുൻഗണന. രാമൻ സീതയെ സംശയിച്ചതിനെയും കാട്ടിൽ ഉപേക്ഷിച്ചതിനെയും ഈ പാട്ടുകൾ ശക്തമായി ചോദ്യം ചെയ്യുന്നുണ്ട്. കേരളത്തിലെ മാപ്പിള രാമായണം പോലും ഇത്തരത്തിൽ വൈവിധ്യമാർന്ന ഒരു ആഖ്യാനമാണ്. രാമനെ ഒരു പുണ്യാത്മാവായും രാവണനെ ഒരു റൗഡിയായും ചിത്രീകരിക്കുന്ന ഈ പാട്ടുകൾ നമ്മുടെ സാംസ്കാരിക ഐക്യത്തിന്റെ അടയാളം കൂടിയാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: രാമായണം എന്നത് ഒരു നിശ്ചിത ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങുന്ന കഥയല്ല. അതോരോ മനുഷ്യനും തന്റെ ചുറ്റുപാടിനും വിശ്വാസത്തിനുമനുസരിച്ച് രൂപപ്പെടുത്തിയെടുത്ത ഒരു ഇതിഹാസമാണ്. വാൽമീകിയുടെ രാമൻ മുതൽ തായ്ലൻഡിലെ രാമൻ വരെ നീളുന്ന ഈ വൈവിധ്യം കാണിക്കുന്നത് മനുഷ്യജീവിതത്തിലെ ധർമ്മവും അധർമ്മവും എത്രത്തോളം സങ്കീർണമാണെന്നാണ്. ഇതിൽ ഏത് കഥയാണ് ശരി എന്ന് ചോദിക്കുന്നതിനേക്കാൾ പ്രസക്തം ഈ കഥകൾ നമ്മളോട് എന്ത് പറയുന്നു എന്നതാണ്. രാമായണത്തിന്റെ ഈ വ്യത്യസ്തമായ മുഖങ്ങളെക്കുറിച്ച് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ പ്രചരിക്കുന്ന രാമായണ കഥകൾ ഉണ്ടെങ്കിൽ താഴെ പങ്കുവയ്ക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇത്തരത്തിലുള്ള മറഞ്ഞു കിടക്കുന്ന ചരിത്ര കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത കഥയിൽ വീണ്ടും കാണാം.